അനന്തമായ മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് സൂര്യൻ ചുട്ടുപൊള്ളുകയും പുരാതന ആത്മാക്കളെ പോലെ കാറ്റ് അലറുകയും ചെയ്യുന്ന സമയത്ത് കാലിനടിയിലെ മണലുകളെ പോലും നിയന്ത്രിക്കുന്ന യോദ്ധാക്കളുടെ ഒരു രാജവംശമുണ്ടായിരുന്നു. അവരുടെ ഇച്ഛ കൊടുങ്കാറ്റാണ്, അവരുടെ ശക്തി മരുഭൂമിയുടെ ക്രോധമാണ്. സാൻഡ് വില്ലേജ് എന്നറിയപ്പെടുന്ന ലാൻഡ് ഓഫ് വിൻഡിലെ അചഞ്ചലമായ നിഴലാണവർ. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുന്നില്ല, നിങ്ങൾ അവയെ അതിജീവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മരുഭൂമിയിലെ ആ കാറ്റലറുമ്പോൾ നിങ്ങളുടെ ആയുധങ്ങൾ തുരുമ്പെടുക്കും, നിങ്ങളുടെ കാലുകൾ മുങ്ങും, ഭൂമി നിങ്ങളുടെ ശവക്കുഴിയായി മാറും. അവരുടെ നിഴലിൽ സൂര്യൻ തന്നെ തണുത്തതായി അനുഭവപ്പെടുന്നു. അവർ കേവലം മനുഷ്യരല്ല, അവർ സൈന്യങ്ങളെ വിഴുങ്ങുന്ന കൊടുങ്കാറ്റാണ്. അതെ, മരുഭൂമിയെല്ലാം വിഴുങ്ങുന്ന മരുഭൂമിയുടെ നിഴൽ തന്നെയായിട്ടുള്ള, പ്രായം കൊണ്ടല്ല മറിച്ച് ഹൃദയശക്തിയുടെ ഒരു ആവിർഭാവത്തിൽ നിന്നാണ് യുദ്ധം ജയിക്കേണ്ടതെന്ന് മനസ്സിലാക്കി തന്ന ഗാരയുടെ വംശം. അതെ, കാസേകാഗെ. ഓഗി വൈൻ കാസേകാഗെ. കാസേകാഗെനെ നമുക്കൊരു ക്ലാൻ രൂപേണ കണക്കാക്കാം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസേകാഗെയിലുള്ളവരെ, അതായത് ഗാര ഉൾപ്പെടെ ഉള്ളവർക്ക് ഒരു ക്ലാന് അവരുടെ സർനെയിം സീരീസിലുടനീളം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാസേകാഗെ ക്ലാൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സാൻഡ് വില്ലേജിലുള്ളവർ. സോ ഇപ്പം പറഞ്ഞതിൽ കൂടി കാസേകാഗെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാഗെ എന്ന് പറയുന്നത് ഏറ്റവും ഹയർ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഷിനോബിക്ക് അവരുടെ നാട്ടിൽ കൊടുക്കുന്ന ഒരു പദവിയാണല്ലോ, നമ്മുടെ ഹിഡൻ ലീഫിലെ ഹൊക്കാഗെ പോലെ. അതുപോലെ സാൻഡ് ഓഫ് വില്ലേജിലെ ആ ഒരു പട്ടപ്പേരാണ് കാസേകാഗെ. അവരുടെ വില്ലേജിന്റെ നാമം സുനാഗാക്കുറെ എന്നാണ്. കാസേകാഗെ ലീനേജിന്റെ ഒറിജിൻ പറയുകയാണെങ്കിൽ കാസേകാഗെ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വിൻ ഷാഡോ എന്നാണ്. അതെ, ദ ഹയസ്റ്റ് റാങ്കിങ് ഷിനോബി ആൻഡ് പൊളിറ്റിക്കൽ ലീഡർ ഓഫ് ദ ഹിഡൻ സാൻഡ് വില്ലേജ്. ആദ്യത്തെ, അതായത് ഫസ്റ്റ് ഷിനോബി വേൾഡ് വാറിന് ശേഷം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ 5 ഗ്രേറ്റ് ഷിനോബി വില്ലേജസിൽ ഒന്നാണ് ഹിഡൻ സാൻഡ് വില്ലേജ്. ഇതിൽ കാസേകാഗെ തന്നെയാണ് അവിടുത്തെ മിലിറ്ററിനെ കമാൻഡ് ചെയ്യുന്നതും വില്ലേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും വേറൊരു വില്ലേജുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുമ്പോൾ അവരെ റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്നതും മിഷൻസ് ഒക്കെ ഓവർസീ ചെയ്യുന്നതും. ഇനി കാസേകാഗെയുടെ ഒരു ലീനിയേജ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ 5 കാസേകാഗെ ലീഡേഴ്സാണ് സുനാഗാക്കുറെ അല്ലെങ്കിൽ സാൻഡ് വില്ലേജിനുണ്ടായിട്ടുള്ളത്. ഒന്നാമത്തേത് ഫസ്റ്റ് കാസേകാഗെ അല്ലെങ്കിൽ റേട്ടോ. ഈ ഫസ്റ്റ് കാസേകാഗെയാണ് സുനാഗാക്കുറയുടെ ഫൗണ്ടർ. അദ്ദേഹത്തിൻ്റെ മെയിൻ പവേഴ്സ് നോക്കുകയാണെങ്കിൽ വിൻ സ്റ്റൈൽ മാസ്റ്റർ തന്നെയായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹം തന്നെയാണ് പൊളിറ്റിക്കലായിട്ട് ഇവരെ, അതായത് സാൻഡ് ഡെസേർട്ടിൽ ഉണ്ടായിരുന്നവരെല്ലാം യൂണിഫൈ ചെയ്ത് ഒരു വില്ലേജ് രൂപേണ ആക്കിയെടുത്തത്. ഇദ്ദേഹം തന്നെയാണ് ഫസ്റ്റ് ഹൊക്കാഗെ ആയിട്ടുള്ള ഹാഷറാമയോട് നെഗോഷിയേറ്റ് ചെയ്ത് പീസ് ട്രീറ്റിക്ക് ഒപ്പുവെച്ചതും. രണ്ടാമത്തെ സെക്കൻഡ് കാസേകാഗെ ഷാമോൺ. ഇദ്ദേഹം ഒരു മാഗ്നറ്റിക് റിലീസ് ആയിട്ടുള്ള ഒരു യൂസർ ആയിരുന്നു. ഇദ്ദേഹം തന്നെയാണ് വില്ലേജിനെ എക്സ്പാൻഡ് ചെയ്തത്. എന്നാൽ അദ്ദേഹം എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച മാർഗം ജിഞ്ചുരുക്കിനെ കൺട്രോൾ ചെയ്തിട്ടാണ്. അതെ, ടെയിൽഡ് ബീസ്റ്റിനെ ഒരു ആയുധമാക്കിയിട്ടാണ് അദ്ദേഹം റിസർച്ച് വരെ ചെയ്തുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ കാസേകാഗെയാണ്, പേര് പറയുന്നില്ല, ദ തേർഡ് കാസേകാഗെ എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെട്ടിരുന്ന കാസേകാഗെ എന്നാണ് സീരീസിലുടനീളം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ പവേഴ്സ് മാഗ്നറ്റ് റിലീസാണ്, അതായത് അതിൻ്റെ അകത്തെ തന്നെയുള്ള അയൺ, സാൻഡിനകത്തുള്ള അയണിനെ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കാസേകാഗെ എന്ന് നാറൂട്ടോ സീരീസ് അടിവരയിട്ട് പറയുന്നത്. പേര് പറയുന്നില്ല, ദ തേർഡ് കാസേകാഗെ എന്നാണ് പറയുന്നത്. ഈ ഒരു അയൺ വെച്ചുള്ള സാൻഡ് ഏതൊരു ആയുധത്തെയും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുകയും ഏതൊരു ചക്രനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുകയും ഏതൊരു ആംഗിളിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു. ഇദ്ദേഹം എന്നാൽ മരിക്കപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ തന്നെ വില്ലേജിൽ ഒരാളായിട്ടുള്ള അക്കാട്സുക്കിയിലെ മെമ്പറായിട്ടുള്ള സാസൊറിയാലാണ്. സാസൊറിയാണ് തേർഡ് കാസേകാഗെനെ കൊന്നത്. അതുകൊണ്ട് തന്നെ നാറൂട്ടോയുടെ ഡേറ്റാ ബുക്കിൽ ഇദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഇന്റേണൽ ബിട്രയലാണ്. അതെ, ചതി. അടുത്തത് ഫോർത്ത് കാസേകാഗെയാണ് റാസ. പവേഴ്സ് നോക്കുകയാണെങ്കിൽ മാഗ്നറ്റ് റിലീസ് തന്നെയാണ്. പിന്നെ ഗോൾഡും കൺട്രോൾ ചെയ്യും, അതായത് ഡസ്റ്റിലുണ്ടാകുന്ന ഗോൾഡ് ഉണ്ടല്ലോ അതും കൺട്രോൾ ചെയ്യും. ഇദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് ആ വൺ ടൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഷുക്കാക്കുവിനെ സപ്രസ് ചെയ്യാൻ നോക്കിയത്. ലാർജ് സ്കെയിലായിട്ടുള്ള ആർമിയെ ഗോൾഡ് പാർട്ടിക്കിൾസ് വെച്ച് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു പ്രത്യേകതരം പവറും ഈ ഫോർത്ത് കാസേകാഗെക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം പൊളിറ്റിക്കലി ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഭരണം തന്നെയാണ് കാഴ്ചവെച്ചത്. എന്തിനേറെ പറയുന്നു, ഒറോച്ചിമാറുമായിട്ട് കൈ കൊടുത്തിട്ട് കൊണോഹേനെ ക്രഷ് ചെയ്യാൻ വേണ്ടി നോക്കിയതും ഇദ്ദേഹം തന്നെയാണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് കാസേകാഗെ. അതെ, നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള നാറൂട്ടോ OG സീരീസിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വില്ലൻ ആയിട്ട് മാറുവാൻ ചാൻസ് ഉണ്ടായിരുന്ന ഗാര. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കാസേകാഗെ മെമ്പറായിട്ടാണ് ഗാരയെ കണക്കാക്കുന്നത്.
ഇദ്ദേഹത്തിൻ്റെ പവേഴ്സ് സീരീസിലുടനീളം നമ്മൾ കണ്ടതാണല്ലോ. അതെ, സാൻഡ് മാനിപ്പുലേഷൻ, അതും ടെയിൽഡ് ബീസ്റ്റിനെ ഉപയോഗിച്ചിട്ടുള്ള സാൻഡ് മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നു. ഡിഫെൻസീവ്, അതായത് അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് എറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ്. ഓട്ടോമാറ്റിക് സാൻഡ് ഷീൽഡ് ആയിരുന്നു. അറ്റാക്ക് ചെയ്യാൻ പറ്റും, ലോങ് റേഞ്ച് അറ്റാക്ക് അദ്ദേഹത്തിന് സാൻഡ് വെച്ച് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ടെറൈൻസ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനും കുറേ ആർമറൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇദ്ദേഹം തന്നെയാണ് നാറൂട്ടോയുടെ ഷിനോബി അലയൻസിൻ്റെ സമയത്ത് എല്ലാവരുടെയും തമ്മിലുള്ള ആ കോൺഫിഡൻസ് റീസ്റ്റോർ ചെയ്യാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. പിന്നെ യങ്ങസ്റ്റ് കസേക്കാഗെയാണ്. പിന്നെ വൺ ഓഫ് ദി മോസ്റ്റ് കാനോൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് നാറൂട്ടോ സീരീസിൽ ഗാര. ഇനി കോമൺ ആയിട്ടുള്ള കസേക്കാഗെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് വിൻഡ് റിലീസ്. അതുപോലെ പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഓരോ കസേക്കാഗയ്ക്ക് യുണീക്ക് ആയിട്ടുള്ള ഓരോ എബിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ പറയുകയാണെങ്കിൽ വിൻഡ് റിലീസ് ഹൈ സ്പീഡ് അറ്റാക്കും ഏരിയ കൺട്രോളും സാധിച്ചെടുക്കുന്ന ഒരു റിലീസാണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് റിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ സാൻഡ് അല്ലെങ്കിൽ ഗോൾഡ് ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു ഒഫൻസീവ് ടെക്നിക്കാണ്. പിന്നെ സാൻഡ് മാനിപ്പുലേഷൻ, ലാർജ് സ്കെയിൽ ടെറൈനെയൊക്കെ മാറ്റി ഷീൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെറൈൻ മാനിപ്പുലേഷൻ. പിന്നെ ടാക്ടിക്കൽ ലീഡർഷിപ്പും ഇവർക്കെല്ലാം കണ്ടുവരുന്ന ഒന്നാണ്. ഇവരുടെ വീക്ക്നെസ് അല്ലെങ്കിൽ കൗണ്ടേഴ്സ് എടുത്ത് പറയുകയാണെങ്കിൽ സ്പീഡ് ബേസ്ഡ് അറ്റാക്കേഴ്സിന് പെട്ടെന്ന് തന്നെ, അതായത് സാൻഡ് ഫോർമേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്പീഡ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഇവർക്കൊരു വീക്ക്നെസ് തന്നെയാണ്. പിന്നെ ലോങ് റേഞ്ച് ജുറ്റ്സു സ്പെഷ്യലിസ്റ്റ്, അതായത് സുസാനോ യൂസ് ചെയ്യുന്ന ഒരാൾക്കൊക്കെ ആണെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഗെൻജിറ്റ്സു യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും സാൻഡിനെ ഓവർപവർ ചെയ്യാൻ സാധിക്കും. കാരണം അവരുടെ ഇല്യൂഷൻ്റെ അകത്താണെങ്കിൽ സാൻഡിനൊന്നും ഒരു വിലയുമില്ല. ഇത്രയുമൊക്കെയാണ് ബേസിക്കലി നാറൂട്ടോ യൂണിവേഴ്സിൽ കസേക്കാഗയെ കുറ്റി പറയുന്നത്. ഇവരുടെ ആ ഒരു ക്ലാനോ സ്പെസിഫിക് രാജവംശത്തിൻ്റെ ലീനേജോ ഒന്നും തന്നെ പറയുന്നില്ല. അതുകൂടാതെ തന്നെ സാൻഡ് വില്ലേജിലുള്ള കസേക്കാഗെ ക്ലാനിലുള്ളവരാണ് കസേക്കാഗെ എന്നും പറയുന്നില്ല. കാഗെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പട്ടപ്പേരാണെന്നറിയാം. കസേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ്, വിൻ ഷാഡോ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അല്ല സ്പെസിഫിക്കലി ഒന്നും തന്നെ നാറൂട്ടോയുടെ സീരീസിലോ അല്ലെങ്കിൽ ഡേറ്റാ ബുക്കിലോ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കൂടുതൽ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അടുത്തൊരു നാറൂട്ടോ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.